കാരാപ്പുഴ ഡാം ഇന്ത്യയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡാമിലൊന്നാണ് ഈ കാരാപ്പുഴ ഡാം. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഉള്ളത് ഇവിടെയാണ്. വയനാട് ഡിസ്ട്രിക്റ്റിലാണ് കാരാപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ എൻട്രി പോയിന്റ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ അഡ്വഞ്ചർ സോണിലോട്ടാണ്. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽട്ടിന് 30ഉം ചിൽഡ്രൻസിന് 10ഉം ആണ്. എൻട്രി ചെയ്ത പാടെ നമ്മൾ എത്തുന്നത് ഈ ഒരു കാരാപ്പുഴ അഡ്വഞ്ചർ സോണിലാണ്. ഇവിടെ ഗാർഡനും അതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ആണ് ഉള്ളത്.
ഡാം സൈറ്റിലോട്ടുള്ള എൻട്രൻസും ഈ പാർക്കിലൂടെയാണ്. ഈ പാർക്കിലൂടെ നടന്നു വേണം നമുക്ക് ഡാമിലോട്ട് എത്താൻ. ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് അഡ്വഞ്ചർ ആയി ടിക്കറ്റ്സ് എല്ലാം എടുക്കുന്നത്. ഇവിടുത്തെ സിപ്പ് ലൈൻ തന്നെ കേരളത്തിലെ ലോങ്സ്റ്റ് സിപ്പ് ലൈനിൽ ഒന്നാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റേജ്. ഇവിടുത്തെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ അഡ്വഞ്ചർ സോൺ. സിപ്പ് ലൈൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കിഡ്സിന് വേണ്ടിയിട്ട് ട്രാംപോളിൻ, സ്വിംഗ്, റോക്ക് ക്ലൈംബിംഗ് അങ്ങനെ ഒരു മിനി പാർക്ക് തന്നെ ഇവിടെ ഉണ്ട്. ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ കഫേ, റെസ്റ്റ് റൂം, വാഷ്റൂം എല്ലാം വരുന്നത്. ഇതിന്റെ അകത്ത് തന്നെ 2 കഫേയാണ് ഉള്ളത്. ഈ ഗാർഡൻ ചെയ്തിരിക്കുന്നത് വലിയൊരു ഏരിയയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നടന്ന് കാണാനും ഉണ്ട്. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടും കൂടിയാണ് ഇത്. ഇവിടെ നമുക്കൊരു ക്രൗഡ് ഫീൽ ചെയ്യില്ല. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ 3-4 ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. അതിൽ ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല തിരക്ക് വേണം. പക്ഷേ ഇതൊരു വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്രൗഡ് ഫീൽ ചെയ്യില്ല. ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്ക് 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കാണ്. ഈ കാണുന്ന റൈഡിന്റെ പേരാണ് ഫ്ലൈയിങ് ചെയർ. ഇതിന്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 130 ആണ്. ഈ റൈഡ് ഇവിടെ പുതിയതാണ്, ഇപ്പൊ അടുത്തായിട്ട് ഇത് വന്നിട്ടുള്ളൂ. ഇതിന്റെ ടിക്കറ്റ് റേറ്റ് നമ്മൾ നേരത്തെ കണ്ട സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് എടുക്കേണ്ടത്. ഈ കാണുന്നതാണ് ജയന്റ് സ്വിംഗ്. ഈ ജയന്റ് സ്വിംഗിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. സൗത്ത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ജയന്റ് സ്വിംഗ് ആണ് ഇതെന്നാണ് പറയുന്നത്. ഇതിന്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 280 പെർ ഹെഡ് ആണ്. ഇതിന്റെ ടിക്കറ്റും നേരത്തെ കണ്ട സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ എടുക്കേണ്ടത്. ഈ ഒരു അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ തന്നെ കൊണ്ടുപോയിട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇനി ഈ കാണുന്ന 2 റൈഡും വർക്കിംഗ് അല്ല, ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 1 to 3 months ഉള്ളിൽ ഇത് വർക്കിംഗ് ആകും. ഇതിന്റെ ടിക്കറ്റ് റേറ്റ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 360 ഡിഗ്രി വീഡിയോ ഷൂട്ട് ചെയ്യാം. അതിനുവേണ്ടി ഈ മുമ്പിൽ കാണുന്ന ബോർഡിൽ ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കാരാപ്പുഴ പാർക്ക് എന്ന് പറയുന്ന ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. എന്നിട്ട് ഇവിടുത്തെ ഇൻസ്ട്രക്ടറിന് അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇവിടെ 360 ഡിഗ്രി വീഡിയോയും ഫോട്ടോയും ഷൂട്ട് ചെയ്യാം. ഇവിടുത്തെ കഫേയിൽ ഞങ്ങൾക്ക് ഒരുവിധം സ്നാക്സും ടീയും കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളെല്ലാം കിട്ടും. അങ്ങനെ അവിടുന്ന് 2 ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഡാമിൻ്റെ ഏരിയയിലോട്ട് പോവാണ്. ആ നേരെ കാണുന്നതാണ് ഡാം. ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. ഈ നടക്കുന്ന വഴിയെല്ലാം 2 സൈഡിലും ഞങ്ങൾക്ക് പല വെറൈറ്റി പ്ലാന്റ്സുകൾ കാണാൻ പറ്റും. ഈ നടക്കുന്ന വഴി തന്നെ ഇതുപോലെ കുറേ ഷെഡുകൾ ഇവർ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കും ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ജയന്റ് സ്വിംഗ് കാണാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഹൈറ്റിലാണ് അത് പോകുന്നതെന്നുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് സിപ്പ് ലൈനിൽ ആൾക്കാർ വരുന്നതും കാണാൻ പറ്റും. ഈ സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഞാൻ കാണിച്ചു തരാം. ആ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു അറ്റം വന്നിട്ട് ഇത് അവസാനിക്കുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് 390 ആണ് പെർ പേഴ്സൺ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവർ നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ ഗാർഡൻ എല്ലാം ഇവർ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു വാച്ച് ടവറാണ്. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നമുക്ക് കയറാം. പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഡാമിലോട്ട് നടക്കുമ്പോഴാണ് അതിൽ ആൾക്കാർ കയറിയിരിക്കുന്നത് കണ്ടത്. അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ ഡാമിൻ്റെ സൈറ്റിലെത്തി. പണ്ട് നമുക്ക് ഇതിലൂടെ വണ്ടിയെല്ലാം പോകുമായിരുന്നു. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇതിലൂടെ വണ്ടിയായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇതിന് അറ്റം വരെ നമുക്ക് കാറും കൊണ്ടെല്ലാം പോകുമായിരുന്നു. ഈ ഡാമിൻ്റെ തന്നെ താഴോട്ടുള്ള സെക്ഷൻ അവരിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഗാർഡൻ പോലെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളം വളരെ കുറവായിരുന്നു. പണ്ട് ഈ താഴെ കാണുന്ന ആ ഒരു കല്ലിൻ്റെ കെട്ട് കണ്ടില്ലേ, അവിടെ വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. മുമ്പോട്ടേക്ക് നമുക്കിനി നടക്കാൻ പറ്റില്ല. ഈ ഒരു ഏരിയ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മെയിൻ്റെനൻസ് വർക്കിനാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നേരെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാമിൻ്റെ ഷട്ടർ എല്ലാം കാണാം. പണ്ട് നമുക്ക് ഡാമിൻ്റെ ഷട്ടർ ഉള്ളത് വരെ നടക്കായിരുന്നു. അതുപോലെ അവിടെ ഇരിക്കാനുള്ളൊരു സ്പേസും ഉണ്ടായിരുന്നു. ഈ ഡാമിൻ്റെ ഷട്ടർ കാണുന്നതാണെങ്കിൽ ഇവിടെ നമുക്ക് വേറൊരു വഴിയുണ്ട്. ആ വഴി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാമിൻ്റെ ഷട്ടർ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം.
അങ്ങനെ ഡാം കണ്ട് ഞങ്ങൾ തിരിച്ച് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തന്നെ എത്തി. ഇവിടെ തന്നെയാണ് എക്സിറ്റ്, എൻട്രി എക്സിറ്റ് ഒരേ ഏരിയയിലൂടെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത്, നമുക്ക് ഡാമിൻ്റെ ഷട്ടർ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ പോയി കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ മെയിൻ്റെനൻസ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ തന്നെ വേറെ ഒരു റോഡുണ്ട്. ആ റോഡിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ഡാമിൻ്റെ ഷട്ടർ കാണാൻ പറ്റും. ഈ വഴിയെല്ലാം ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഈ കാരാപ്പുഴ വരുന്ന ആൾക്കാർക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്ന എല്ലാം. ഇവിടുന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അഡ്വഞ്ചർ സോൺ, അതുപോലെ ഡാമും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാം, ദൂരെയാണ്. അങ്ങനെ ഡാമിൻ്റെ ഷട്ടർ കാണാൻ പറ്റുന്ന ആ പോയിന്റിൽ നമ്മൾ എത്തി. ഇവിടെ താഴോട്ടേക്ക് ഒരു വഴിയുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പാടില്ല, എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ഭാഗ്യത്തിന് ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ കാഴ്ചയും കാണാം. ഇനി ആ മുമ്പിൽ കാണുന്ന ആ പച്ചപ്പോടെയുള്ള ഒരു സ്ലോപ്പില്ലേ, അതിൻ്റെ അടുത്ത് കൂടി ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷട്ടർ കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല. ഒരുപാട് ഡെവലപ്മെന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റിൽ ഇവർ പിന്നെയും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ വയനാട്ടിലെ ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നും ഇതായിരിക്കും. ഇനി നേരത്തെ സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റില്ലേ, ആ പോയിന്റാണ് ഇതാ കാണുന്നത്. അവിടെ നിന്നാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് നേരെ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട് സ്ഥലത്ത് എൻഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വന്ന വഴി തന്നെയാണ് അവർ സിപ്പ് ലൈനിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതെല്ലാം പാർക്കിംഗ് ആണ്, ഒരുപാട് പാർക്കിംഗ് ഏരിയ ഇവിടെ അവൈലബിൾ ആണ്. റോഡ് സൈഡിൽ നിങ്ങളുടെ ഹോഴ്സ് റൈഡിങ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ